ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മെട്രിക്സ് എപ്പോഴാണ് ഡയഗനൈസിബിൾ ആണെന്ന് നോക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്ത് പറയാം അല്ലേ. ഷോ ദാറ്റ് ദ ഗിവൺ മെട്രിക്സ് ഈസ് നോട്ട് ഡയഗനൈസിബിൾ. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യുക, നമ്മൾ ഒരു മെട്രിക്സ് തന്നിട്ട് ഡയഗനൈസിബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കും അല്ലേ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, അതിൻ്റെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് പോവാം. Characteristic equation of the given matrix A is given by determinant of lambda I minus A equal to 0. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എന്താ, ലാംഡ മൈനസ് 1 ഇൻറ്റു ഈ മെട്രിക്സിൻ്റെ ചെയ്യുന്നത് ലാംഡ മൈനസ് 1 1 0 0 0 മൈനസ് 1 ലാംഡ മൈനസ് 1 0 0 3 മൈനസ് 5 ലാംഡ മൈനസ് 2ൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഈസ് ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വെച്ചാൽ ലാംഡയുടെ വാല്യൂ 1 2 2, അതായത് 2 എന്ന് പറഞ്ഞ ഐഗൻ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ഐഗൻ വാല്യൂസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത പോലെ നേരിട്ട് ഡയഗനൈസിബിലിറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ ഐഗൻ വെക്ടേഴ്സിനെ കൂടി നോക്കിയിട്ട് വേണം നമുക്കത് പറയാൻ. ഓക്കെ, സോ നമ്മൾ ഐഗൻ വെക്ടേഴ്സിനെ നോക്കാൻ വേണ്ടി തുടങ്ങുന്നു. നമുക്കെന്താ ചെയ്യേണ്ടത്, ഹെൻസ് ലാംഡ ഈക്വൽ ടു 1 to 2 ബി ഐഗൻ വാല്യൂസ്, ഓൺലി 2 values being distinct. The eigen vector corresponding to lambda equal to 1 is given by, എന്താണ് അതിൻ്റെ ഇക്വേഷൻ, ലാംഡയുടെ 1 കൊണ്ട് കൊടുക്കുക, ദാറ്റ് ഈസ് ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സൊല്യൂഷൻ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ വരിക, ദാറ്റ് ഈസ് 0 മൈനസ് 1 3 0 മൈനസ് 1 5 0 0 മൈനസ് 1 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0 ആണ് വരുന്നത്. ആ സിസ്റ്റത്തിൽ എന്ത് വരും, ഇതിനെ നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ നമ്മൾ വരുന്നു, റോ ഇക്കോൺ ഫോമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദാറ്റ് ഈസ് R1 goes to R2 ചെയ്തു. അപ്പോൾ ഈ രണ്ട് റോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തത് എന്താ, R1 goes to മൈനസ് R1 എടുത്തു. അടുത്തത് R3 goes to R3 മൈനസ് 3 R1, R2 goes to R3, അങ്ങനെ ചെയ്ത് നമുക്ക് എവിടെ എത്തുന്നുണ്ട്, നമ്മൾ 1 0 മൈനസ് 8 മൈനസ് 1/8 0 1 1/8 0 0 0 R1 goes to R1 മൈനസ് R2 കൂടി ചെയ്യുമ്പോൾ ഈ ഫോമിലോട്ട് എത്തും. നമുക്ക് നേരത്തെ നമ്മളെല്ലാ മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യനിലും പറയുന്ന പോലെ തന്നെ റെഡ്യൂസ്ഡ് ഇക്കലോൺ ഫോമായിട്ടുള്ള ഈ സിസ്റ്റവും സൊല്യൂഷൻ സിസ്റ്റത്തിന് മാറ്റം വരുത്തില്ല. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് മെട്രിക്സിൻ്റെ സൊല്യൂഷൻ സിസ്റ്റത്തിനോട് സെയിം ആണ്. സോ IA മൈനസ് 6 = 0 സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആരാ, ഇയാൾ 1 0 മൈനസ് 1/8 0 1 1/8 0 0 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0ൻ്റെ സൊല്യൂഷൻ ഏതാണോ അപ്പോൾ അതന്നെയാണ് തുടക്കത്തിലെ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് x1 മൈനസ് 1/8 x3 ഈക്വൽ ടു 0 ആൻഡ് x2 പ്ലസ് 1/8 x3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതിൽ നമുക്ക് എന്ത് പറയാം, x1 എന്ന് പറഞ്ഞാൽ ആരാ, അപ്പോൾ 1/8 x3 ആണ് അല്ലേ. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/8 x3 ആണ്, x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1/8 x3 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇയാൾ ഇതാണ്, ഇയാൾക്ക് ഇതാണ് കിട്ടുന്നത്. ഹെൻസ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ ഈസ് x1 ഈക്വൽ ടു എന്താ t, x2 ഈക്വൽ ടു മൈനസ് t, x3 ഈക്വൽ ടു 8t. സോ അതിനെങ്ങനെ എഴുതാം, x1 x2 x3 ഈക്വൽ ടു ഓക്കെ t മൈനസ് t 8t, ദറ്റ് ഈസ് t ഇൻറ്റു 1 മൈനസ് 1 8 അല്ലേ. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് ആരാ, 1 മൈനസ് 1 8 ആണ് അല്ലേ. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 2ൻ്റെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുക. ലാംഡ ഈക്വൽ 2ൻ്റെ ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ആരാ, 2i മൈനസ് a ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. സൊല്യൂഷൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. 2i മൈനസ് എ എഴുതിയിട്ടുണ്ട്, 1 0 0 മൈനസ് 1 0 0 3 5 മൈനസ് 3 മൈനസ് 5 0 ആണ് ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. അതിൻ്റെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ റോ ഇക്വലോൺ ഫോമിലോട്ട് എത്തിക്കാൻ നോക്കുന്നു. സോ ഫസ്റ്റ് റോയിലും ഇങ്ങനെയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് റോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
R2 goes to R2 plus R1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ -1 എന്തായി പോവും 0 ആയി മാറും. ഇനി R3 goes to R3 minus 3R1 ചെയ്താൽ ഈ 3 എന്തായി പോവും 0 ആയി പോവും അല്ലേ. സോ ഇനി എന്താ ആ കിട്ടുന്ന പുതിയ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 0 0 0 0 minus 5 0 ആണ്. അതിൽ ഈ റോയിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് R2 goes to R3 ചെയ്യുന്നു. ഇനി R2നെ 1 minus 1/5 R2 ചെയ്യുന്നു. ദാറ്റ് ഈസ് 1 0 0 0 1 0 0 0 അത് മാറി. ഇനി എന്താ ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നു. ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഈസ് റോ ഇക്വലോൺ ഫോം സിൻസ് ദ എലമെന്ററി ഓപ്പറേഷൻസ് ഡു നോട്ട് ചേഞ്ച് ദ സൊല്യൂഷൻ സ്പേസ് ഓഫ് എഫ് സിസ്റ്റം 2i minus a into x equal to 0 it is equal to the solution space of പുതിയ മെട്രിക്സ് 1 0 0 0 1 0 0 0 0 into x1 x2 x3 that is equal to 0 0 0 എന്ന് വെച്ചാൽ ഈ വെക്ടർ x1 0 ആണ്, x2 0 ആണ്, x3ക്ക് എന്ത് വേണമെങ്കിൽ വരാം. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു x2 ഈക്വൽ ടു 0 ആൻഡ് x3 ഈക്വൽ ടു t. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് t ഇൻറ്റു 0 0 1 അല്ലേ. ഇപ്പോൾ നമുക്ക് എത്ര ഐഗൻ വെക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടി? ലാംഡ ഈക്വൽ ടു 1 ആയിരുന്നപ്പോൾ ഒരു ഐഗൻ വെക്ടർ കിട്ടി, ലാംഡ ഈക്വൽ ടു 2 ആയപ്പോഴും ഒരു ഐഗൻ വെക്ടർ കിട്ടി. 2 ആൾക്കാരെ കിട്ടിയിട്ടുള്ളൂ അല്ലേ. നമുക്ക് എന്ത് വേണം, 3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആൾക്കാരെ കിട്ടിയാലാണ് ഒരു ഇൻവേർട്ടിബിൾ ആയിട്ടുള്ള പുതിയ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. Hence it follows that the basis for the eigenspace corresponding to eigenvector lambda equal to 2 is P2 equal to 0 0 1. Since A is a 3x3 matrix, there are only 2 basis vectors P1 and P2 in total. So A is not diagonizable. So ഇങ്ങനെയും ഡയഗനൈസബിൾ അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ 3 വെക്ടേഴ്സ് കിട്ടുന്നതിന് പകരം 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ഐഗൻ വെക്ടേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മെട്രിക്സ് എന്തല്ല, ഡയഗനൈസബിൾ അല്ല. ഓക്കെ, കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ഇവിടെ വീണ്ടും പറയുന്നു. എന്താണ്, ഇഫ് യു ആർ കൺസേൺഡ് ഓൺലി ഇൻ ഡിറ്റർമിനിങ് വെദർ ദ മെട്രിക്സ് ഈസ് ഡയഗനൈസബിൾ ആൻഡ് നോട്ട് വിത്ത് ആക്ച്വലി ഫൈൻഡിങ് ദ ഡയഗനൈസബിൾ മെട്രിക്സ് P, then it is not necessary to compute basis for eigenspaces. Okay, it is in this case it is sufficient to find the dimension of the eigenspaces. എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നോക്കുക. നമുക്ക് ഡയഗനൈസബിൾ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ എക്സാക്ട്ലി ചില സമയത്ത് ആ P എന്ന് പറഞ്ഞ മെട്രിക്സ് ആരാന്നുള്ളത് കണ്ടുപിടിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവില്ല, P എന്ന് പറഞ്ഞ മെട്രിക്സ് എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആ ഐഗൻ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കാൻ പോവുകയുള്ളൂ. ഓക്കെ, ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാനിങ് ആയിട്ടുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ്. അതിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. For example, in the above problem, the eigenspace corresponding to lambda equal to 1 is solution system 0 0 minus 1 minus 1 0 3 minus 1 minus 1 x1 x2 x3 is, since the coefficient matrix ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ് വരിക. Okay, by the nullity theorem, nullity of the matrix is 3 minus 2 equal to 1. Hence the eigenspace lambda equal to 1 corresponding is of dimension 1. ഓക്കെ, ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി നമുക്ക് വരുത്താം. ഒന്ന്, എന്താണ് ഡയമെൻഷൻ? ഡയമെൻഷൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ള ഇതാണ്, ഒരാളുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ R2 ആണ് ഞാൻ സ്പേസ് എടുത്തതെന്ന് വിചാരിക്കുക. അവൻ കണ്ടു R2ലെ എല്ലാ എലമെൻറ്റ്സിനെയും എന്തെഴുതാൻ പറ്റും, നമുക്ക് x, y എന്നാണ് R2ലെ എലമെൻറ്റ് ഇരിക്കുന്നത്. അതിലെ എല്ലാ എലമെൻറ്റിനും x ഇൻറ്റു 1, 0 പ്ലസ് y ഇൻറ്റു 0, 1 കൊണ്ട് ലീനിയർ സ്പാൻ ആയിട്ട് എഴുതാൻ പറ്റും നമ്മൾ കണ്ടു. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള, മാത്രമല്ല ഈ 1, 0, 0, 1ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ ആൾക്കാരാണ്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഒപ്പം തന്നെ സ്പാൻ ചെയ്യുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബേസിസ്. ഓക്കെ, അതായത് R2ൻ്റെ ബേസിസിലെ എലമെൻറ്റ്സ് ആണ് ആര്, 1, 0യും 0, 1ഉം. ഇങ്ങനെ ബേസിസിലുള്ള ആൾക്കാരുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻ. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് R2 ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, ഡയമെൻഷൻ്റെ അല്ലാണ്ട് നമുക്കൊരു T എന്ന് പറയുന്നത്, T is a mapping from x to y ആണെങ്കിൽ, we have a theorem, rank nullity theorem.
റാങ്ക് നള്ളിറ്റി തിയറം എന്ന് പറയുന്ന ഇതാണ്. ഡയമെൻഷൻ ഓഫ് ടി ഈക്വൽ ടു dimension of x is starting സ്ഥലം. dimension of x equal to dimension of t plus dimension of null space of t. Okay, null space of t എന്ന് പറഞ്ഞാൽ ഇതാണ്. null space of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ set of all x element of x with condition t of x equal to 0 ആയ ആൾക്കാരുടെ കളക്ഷനാണ് null space എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ null സ്പേസിൻ്റെ ഡയമെൻഷനാണ് ഡയമെൻഷൻ ഓഫ് നൾ ഓഫ് ടി അല്ലെങ്കിൽ നള്ളിറ്റി ഓഫ് ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മുടെ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷനാണ് എക്സാക്ട്ലി ഡയമെൻഷൻ ഓഫ് ടി ആയി മാറാൻ പോകുന്നത്. ഈ തിയറം നമുക്ക് തൊട്ട് മുമ്പത്തെ ചാപ്റ്ററുകളിൽ വരും. സോ അവിടെ വീണ്ടും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് വരും വഴിയെ ചെയ്യാം, പേടിക്കണ്ട. ഇനി നമുക്ക് പറയാം ഹയർ പവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്താണ്. ദർ ആർ മെനി ആപ്ലിക്കേഷൻസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് നെസസറി ടു കമ്പ്യൂട്ട് ഹയർ പവേഴ്സ് ഓഫ് സ്ക്വയർ മെട്രിക്സ് എ. ഹെൻസ് വി വിൽ ടേൺ അവർ അറ്റൻഷൻ ടു ദിസ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. അതായത് മെട്രിക്സ് എയുടെ പവറുകൾ എടുക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് എളുപ്പവഴി, ഡയഗണൈസിബിലിറ്റി ഉള്ളത് കൊണ്ട് എന്നതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി മാത്രമല്ല ഡയഗണൈസിബിൾ ആണ്, മാത്രമല്ല പവർ എടുക്കുമ്പോൾ എയുടെ പവർ എ പവർ കെ ആണെങ്കിൽ, എയുടെ പവർ എ പവർ കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ എയുടെ ഐഗൻ വാല്യൂ ലാംഡ ഉണ്ടെങ്കിൽ എ പവർ കെയുടെ ഐഗൻ വാല്യൂവിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക എന്നുള്ളതും നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം തിയറം 2.3. ഇഫ് കെ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, ലാംഡ ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് എ ആൻഡ് എക്സ് ഈസ് കറസ്പോണ്ടിങ് ടു ആൻ ഐഗൻ വെക്റ്റർ, then lambda power k is an eigenvalue of a power k and x is a corresponding eigenvector. എന്താ ഇവിടെ പറയണത്? എയുടെ ഐഗൻ വാല്യൂ ആണ് ലാംഡ എങ്കിൽ എ പവർ കെയുടെ ഐഗൻ വാല്യൂ ആയിരിക്കും അത് ലാംഡ പവർ കെ എന്ന് പറയുന്നത്. മാത്രമല്ല ഐഗൻ വെക്ടർ എക്സ് ആണെങ്കിൽ ലാംഡ പവർ കെയുടെയും ഐഗൻ വെക്ടർ സെയിം എക്സ് തന്നെയായിരിക്കും. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ലെറ്റ് ലാംഡ ബി ദി ഐഗൻ വാല്യൂ ഓഫ് ദി മെട്രിക്സ് എ ആൻഡ് എക്സ് ബി ദി കറസ്പോണ്ടിങ് ഐഗൻ വെക്റ്റർ. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം, അല്ലേ? ഇനി എ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എ ഓഫ് എക്സ് ആണ്, അല്ലേ? ദാറ്റ് ഈസ് ഈ എ എക്സിന് വരുന്നത് റീപ്ലേസ് ചെയ്യാം, ഈ ലാംഡ എക്സ് റീപ്ലേസ് ചെയ്യാം, അല്ലേ? ദാറ്റ് ഈസ് എ ഓഫ് ലാംഡ എക്സ്. ഇതിൽ ലാംഡയെ പുറത്തെടുക്കാൻ കാരണം എ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ഇത് ലീനിയർ ആണ്. സോ ലാംഡ ഇൻറ്റു എ എക്സ്. ഈ എ എക്സിനെ വീണ്ടും എന്ത് ചെയ്യാം? ലാംഡ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സ്. അപ്പോൾ എന്താ കിട്ടിയേ? എ സ്ക്വയർ എക്സ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ എ സ്ക്വയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ ആണ് ആര്? ലാംഡ സ്ക്വയർ, സെയിം ഐഗൻ വെക്ടർ എക്സ്. ഇനി ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്താൽ എന്താണ്ടാവുക? എ പവർ കെ ഈക്വൽ ടു ലാംഡ പവർ കെ എക്സ് ആണ് വിചാരിക്കുക. ബൈ ഇൻഡക്ഷൻ നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ പവർ കെ എക്സ് കെ പ്ലസ് 1 എക്സ് ഈക്വൽ ടു എന്താ വരിക? എ ഓഫ് എ പവർ കെ എക്സ്. അതേ ഈക്വൽ ടു എ പവർ ഓഫ് ലാംഡ കെ എക്സ് ബൈ അസംഷൻ ഈക്വൽ ടു ലാംഡ പവർ കെ ഇൻറ്റു എ എക്സ് ബൈ ലീനിയാരിറ്റി ലാംഡ പവർ കെ ഇൻറ്റു ലാംഡ എക്സ് സിൻസ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. ദാറ്റ് ഈസ് ലാംഡ പവർ കെ പ്ലസ് 1 എക്സ്. സോ എന്ത് കിട്ടി? ബൈ ഇൻഡക്ഷൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? എ പവർ കെ എക്സ് ഈക്വൽ ടു ലാംഡ പവർ കെ എക്സ്. ദാറ്റ് ഈസ് എയുടെ ഐഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ എ പവർ കെയുടെ ഐഗൻ വാല്യൂ ലാംഡ പവർ കെ ആയിരിക്കും. മാത്രമല്ല ലാംഡയുടെ ഐഗൻ വെക്ടർ ഏതാണോ അത് തന്നെയായിരിക്കും ലാംഡ പവർ കെയിൻ്റെയും ഐഗൻ വെക്ടർ. ഓക്കെ, സോ ദ above equation implies that lambda power k is an eigenvalue of a power k and x is an corresponding eigenvector for all positive integer values of k. ഓക്കെ, ഒരു ഇല്ലസ്ട്രേഷൻ പറയാം, ഒരു എക്സാമ്പിൾ എടുക്കുന്നു. കൺസിഡർ ദ 3x3 മെട്രിക്സ് ഏതെടുത്തിട്ടുള്ള മെട്രിക്സ് എ ഈക്വൽ ടു 1 0 0 1 2 0 -3 5 2. We know that from the worked out problem that distinct values of a are
ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അതിൽ ഐഗൻ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? ലാംഡ ഈക്വൽ ടു 1 ലാംഡ ഈക്വൽ ടു 2 ആണ് കിട്ടിയത്. സോ 7ൻ്റെ ഐഗൻ വാല്യൂസ് ഏതൊക്കെ വരിക? പവർ എടുത്താൽ 1 പവർ 7ഉം 2 പവർ 7ഉം എന്ന് വെച്ചാൽ ലാംഡ ഈക്വൽ ടു 1ഉം ലാംഡ ഈക്വൽ ടു 128 ആണ് വരേണ്ടത്. ഓക്കെ. And the eigenvectors p1 and p2 obtained in problem 10 corresponding eigenvector lambda equal to 1 and lambda 2 equal to ar. Also the eigenvectors corresponding to eigenvalues lambda equal to 1 and lambda equal to 128. Now computing the powers of a matrix. The problem of computing powers of a matrix is greatly simplified if the matrix is diagonizable. എന്ന് വെച്ചാൽ ഡയഗണൈസബിൾ ആയതിൻ്റെ ഗുണം എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരാൻ പോകുന്നത്. ഒരു മെട്രിക്സ് ഡയഗണൈസബിൾ ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ പവറുകൾ എടുക്കാൻ കുറച്ചുകൂടി നമുക്ക് എളുപ്പമുണ്ട്. ഓക്കെ, എന്താ പറയാൻ കാരണം നോക്കുക. സപ്പോസ് ദാറ്റ് ഈസ് ഡയഗണൈസബിൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമുക്ക് എന്താ എഴുതാൻ പറ്റും? there exists a p invertible matrix such that p inverse ap equal to a diagonal matrix അല്ലേ. p inverse ap നെ എങ്ങനെ എഴുതാം? ഒരു ഡയഗണൽ മെട്രിക്സിനോട് സമാവുന്ന രീതിയിൽ എഴുതാൻ പറ്റി. ഇനി ലാംഡ 1 ലാംഡ 2 ലാംഡ n ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് എ. അങ്ങനെയാണ് നമുക്ക് ഇട്ട് എഴുതുക അല്ലേ. ഡയഗണൈസബിൾ ആണെങ്കിൽ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഒരു മെട്രിക്സ് എഴുതാൻ പറ്റും. ഡയഗണൽ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ആയിരിക്കും എയുടെ അല്ലേ. ഇനി പി ഇൻവേഴ്സ് എ പിയുടെ ഹോൾ സ്ക്വയർ എടുത്ത് എന്താ വരിക? പി ഇൻവേഴ്സ് എ പി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, എക്സാക്ട്ലി ഇപ്പുറത്ത് എന്താ വരിക? ദിസ് ഈസ് ഡിയുടെ സ്ക്വയർ അല്ലേ. ഡിയുടെ സ്ക്വയർ എങ്ങനെ വരിക? ദിസ് ഈസ് ലാംഡ 1ൻ്റെ സ്ക്വയർ, ലാംഡ 2ൻ്റെ സ്ക്വയർ എക്സെട്ര. ഇവിടെ സ്ക്വയർ ആണ്. ലാംഡ 2ൻ്റെ സ്ക്വയർ, ലാംഡ n-ൻ്റെ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് പി ഇൻവേഴ്സ് എ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്തായി മാറുന്നുണ്ട് നോക്കുക. പി ഇൻവേഴ്സ് എ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ പി ഇൻവേഴ്സ് ഓഫ് എ പി ഇൻറ്റു പി ഇൻവേഴ്സ് ഓഫ് എ പി. ഈ പി ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ആയി പോയി. ദാറ്റ് ഈസ് എ സ്ക്വയർ ഉള്ളിൽ വരും. ദാറ്റ് ഈസ് പി ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ പി അല്ലേ. ദാറ്റ് ഈസ് പി ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ പി ഈക്വൽ ടു this p inverse ap a square p is equal to d square. more generally ഏത് k പവർ എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും? p ഇൻവേഴ്സ് a പവർ k p ഈക്വൽ ടു എന്തായിരിക്കും? d പവർ k ആയിരിക്കും. എന്ന് വെച്ചാൽ ലാംഡ 1 പവർ k ബാക്കിയെല്ലാം 0, ലാംഡ 2 പവർ k രണ്ടാമത്, ബാക്കിയെല്ലാം അങ്ങനെ പോയി ലാംഡ n പവർ k. എന്ന് വെച്ചാൽ ഡയഗണലിലെ ആൾക്കാരുടെ പവറുകൾ മാത്രം എടുത്തെടുത്ത് പോയാൽ മതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ പവർ k ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? എ പവർ k ഈക്വൽ ടു പി ഇൻറ്റു ഡി പവർ k ഇൻറ്റു പി ഇൻവേഴ്സ്. ദാറ്റ് ഈസ് പി ഇൻറ്റു ഡിയുടെ പവറിൻ്റെ മെട്രിക്സ് എഴുതാൻ എളുപ്പമുണ്ട്. ഡയഗണൽ എൻട്രീസിനെല്ലാം പവർ k കൊടുക്കുക ഇൻറ്റു പി ഇൻവേഴ്സ്. ഓക്കെ, സോ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാം. ഫൈൻഡ് എ പവർ 13 ഫോർ ദ മെട്രിക്സ് 0 0 - 2 a equal to 0 0 - 2 1 2 1 1 0 3. ഓക്കെ, ഇത് നമ്മൾ പ്രോബ്ലം 9ൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം ആണ്. സോ അത് ഡയഗണൈസബിൾ ആണെന്നുള്ള അവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഐഗൻ വാല്യൂസ് 1 2 2 ആണെന്ന് അവിടെ 1 2 2 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ട് എഴുതണമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രോബ്ലം തന്നാൽ ആദ്യം എന്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്? തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ആദ്യം കണ്ടുപിടിക്കണം. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് പി എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കണം നോക്കുക. പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു 1 0 0 0 2 0 0 0 2 നേരത്തെ ചെയ്തത് കൊണ്ടാണ് ഇവിടെ അത് ചെയ്യാത്തത്. ഓക്കെ, പി ഈക്വൽ ടു ആരാ? -2 1 1 -1 0 1 0 1 0. ഇത് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അവിടെ പി ഇൻവേഴ്സും അവിടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. -1 1 0 0 0 1 -1 2 1. അങ്ങനെയാണെങ്കിൽ A13 എന്ന് പറഞ്ഞാൽ എന്താ? A13 എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ ഡെഫിനിഷൻ പ്രകാരം A13 ഈക്വൽ ടു പി ഇൻറ്റു ഡി പവർ 13 ഇൻറ്റു പി -1 ആണ് അല്ലേ. ദാറ്റ് ഈസ് പി എടുത്തു, ഡിയുടെ പവർ 13 എടുത്തു. എന്ന് വെച്ചാൽ ഡയഗണൽ എൻട്രീസിലെല്ലാം പവർ 13 എടുക്കുക ഇൻറ്റു പി ഇൻവേഴ്സ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യം വാട്ട് ഈസ് ജോമെട്രിക് ആൻഡ് അൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, ഇതിൻ്റെ ഡെഫിനിഷൻ മാത്രമേ പറയുള്ളൂ. എന്താണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി, എന്താണ് അൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്നുള്ള കാര്യം നോക്കുക. എ ഫുൾ റിക്കേർഷൻ ഇൻ ടു സ്റ്റഡി ഓഫ് ഡയഗണൈസബിലിറ്റി ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ യുവർ സിലബസ്.
ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നതാണ്. ഇഫ് ലാംഡ നോട്ട് ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ആൻ എം ക്രോസ് മെട്രിക്സ് എ, then the dimension of the eigenspace corresponding to lambda is called geometric multiplicity of lambda naught. എന്താണ് അപ്പോൾ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? നമ്മളൊരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു. ആ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ആണ് ആരെന്ന് വിചാരിക്കുക? ലാംഡ നോട്ട് എന്ന് വിചാരിക്കുക. ആ ലാംഡ നോട്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസിൻ്റെ ഡൈമെൻഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ നോട്ട് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി the number of times lambda minus lambda naught appears in a factor of the characteristic polynomial of A is called algebraic multiplicity of lambda naught. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ലാംഡ നോട്ട് എന്ന് പറഞ്ഞ റൂട്ട് ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൽ എത്ര തവണ വരുന്നുണ്ടോ അതിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി നോക്കാം, ശ്രദ്ധിക്കാം. ഒന്ന് പറഞ്ഞത് ലാംഡ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുത്തു. ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഐഗൻ വാല്യൂ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0ൻ്റെ സൊല്യൂഷൻസ് എടുക്കുക. സൊല്യൂഷൻസ് എടുത്തു. ആ സൊല്യൂഷൻ സ്പേസിൻ്റെ ഡയമെൻഷൻ അതാണ് എന്ത്? ഐഗൻ സ്പേസിൻ്റെ ഡയമെൻഷൻ. ഒരു ഐഗൻ സ്പേസ് ഡയമെൻഷൻ ഓഫ് ഐഗൻ സ്പേസ് ഓഫ് കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളെന്ത് വിളിക്കുക? ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ എന്ന് വിളിക്കുക. ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്താണ്? ലാംഡ എന്ന് പറഞ്ഞ ഐഗൻ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്പേസിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, അടുത്തെന്താ പറയണേ? എന്താണ് ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി? അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ പി ഓഫ് ലാംഡ ഈക്വൽ ടു ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എക്സ് മൈനസ് ലാംഡ നോട്ട് ഹോൾ സ്ക്വയർ ഇൻറ്റു സം എക്സ് മൈനസ് ലാംഡ 1 ഹോൾ ക്യൂബ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ലാംഡ നോട്ടിൻ്റെ അൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ലാംഡ നോട്ട് എത്ര തവണ ഈ പോളിനോമിയലിൻ്റെ റൂട്ടായി വരുന്നു, അല്ലെങ്കിൽ എക്സ് മൈനസ് ലാംഡ നോട്ട് ഇങ്ങനെയുള്ള ഫാക്ടർ എത്ര ഉണ്ടെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ലാംഡ നോട്ട് എത്ര തവണ വരുന്നുണ്ട്? 2 തവണയാണ് വരുന്നത്. അതായത് അപ്പോൾ അതിൻ്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 2 ആണ് ഇവിടെ. തിരിച്ച് ലാംഡ 1ൻ്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എത്ര? ഇവിടെ എക്സ് മൈനസ് ലാംഡ 1 എത്ര തവണ വരുന്നുണ്ട്? 3 തവണ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിൻ്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 3 ആണ്. ഓക്കെ, ഇനി അത് വെച്ചുള്ളൊരു തിയറാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഫോർ എ സ്ക്വയർ മെട്രിക്സ് ദെൻ for every eigenvalue of A, the geometric multiplicity is less than or equal to algebraic multiplicity. എന്താ പറഞ്ഞിട്ടുള്ളത്? ഏത് ഐഗൻ വാല്യൂ എടുത്താലും അതിൻ്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും. രണ്ടാമത് പറയുന്നത് എന്താ? A is diagonizable if and only if the geometric multiplicity is equal to algebraic multiplicity. എപ്പോഴാണ് ഒരു മെട്രിക്സ് ഡയഗണൈസബിൾ ആവുക എന്ന് പറയണം ഒന്നുകൂടി. എ മെട്രിക്സ് വിൽ ബി ഡയഗണൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോൾ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഈസ് ഈക്വൽ ടു ദി ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് ഈ സെക്ഷനിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് എളുപ്പമായിരിക്കും. ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അതുപോലെ ഡയഗണൈസബിലിറ്റി ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ 1-2-3 പ്രോബ്ലങ്ങൾ സ്വന്തമായി ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാവുള്ളൂ. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും. ഓക്കെ.